പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാൻ ലൈല തന്നെ നമ്മുടെ മലപ്പുറം കിച്ചണിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 252 സബ്സ്ക്രൈബേഴ്സായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ 96 സബ്സ്ക്രൈബേഴ്സാണ് ആ വീഡിയോയ്ക്ക് മാത്രം എനിക്ക് കിട്ടിയത്. അതേപോലെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട്. എൻ്റെ ഒരു കുഞ്ഞു ചാനലിനെ സംബന്ധിച്ച് നല്ല വ്യൂസ് തന്നെയാണ് ആ ഒരു വീഡിയോക്ക് എനിക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ലൈലാതനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്രയേറെ ഉണ്ടെന്നാണ്. അവർക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്രയേറെ ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു യൂട്യൂബേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോൾ ഒരു യൂട്യൂബറെ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും. അല്ലാതെ അവർ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്യാറില്ല. അവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അവർ വീഡിയോ കണ്ട് തീർത്ത് അവരങ്ങ് പോകും. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ലൈലാത്താൻ്റെ ഒരു അനുഭവം ഇങ്ങനെ തന്നെ ആയിരിക്കാം. അവർ ഒരുപക്ഷെ അവരുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ ആയിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്ര വലുതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും വീണ്ടും വന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ആത്മവിശ്വാസത്തോടെ അവർ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു ജനങ്ങളുടെ പിന്തുണയുടെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും. പിന്നെ നമ്മൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളും നെഗറ്റീവ് കമൻറ്റിന് ലൈക്ക് കൊടുക്കുന്ന ആളുകളും ഒക്കെ ചിന്തിക്കേണ്ടത്, വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ നടക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടോ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇടേണ്ട? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണ്ട, അത്രയേ ഉള്ളൂ. ഈ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞോനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാനലും ഞാൻ കാണാറില്ല. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ കുറിച്ച് ആരും എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞോൻ നിയമപരമായി മുന്നോട്ട് പോവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വീഡിയോ ഫോണിലേക്ക് യൂട്യൂബിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ആരാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞോനെ എന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു യൂട്യൂബറാണ്. അങ്ങനെ ഞാൻ അവരുടെ ചാനൽ കണ്ടു നോക്കിയപ്പോൾ എനിക്ക് അത് അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല. എന്ന് കരുതി ഞാൻ അവരുടെ ചാനലിൽ കയറിയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റിന് ലൈക്ക് കൊടുത്തു പോരുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേഗം ഡോൺ റെക്കമെൻഡേഷൻ അടിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം അവരുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷൻ എൻ്റെ ഫോണിലേക്ക് വരാറുമില്ല. അങ്ങനെ ചെയ്താൽ പോരെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഡോൺ റെക്കമെൻഡേഷൻ അടിച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. അതിലെനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇഷ്ടമില്ലാത്തവർ കാണണ്ട. നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് മറ്റുള്ളവരുടെ ലൈഫിൽ അല്ലെങ്കിൽ മനസ്സിലും തീപ്പൊരി വിതറിയിടുന്നത് എന്തിനാ വെറുതെ? ആ ലൈലാത്തൻ്റെ മൂത്ത കുട്ടി 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. ആ 3 മക്കളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. അവർ ഇത്ര നെഗറ്റീവ് കമൻറ്റുകൾ അവരുടെ ഫ്രണ്ട്സും അവരുടെ അധ്യാപകരും ഒക്കെ കാണുന്നുണ്ടാവില്ലേ? അവരുടെ സ്കൂൾ മേറ്റ്സും മദ്രസയിലെ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവില്ലേ? അവർ ഒരു നേരം കണ്ണ് നിറഞ്ഞ് നെഞ്ചത്ത് കൈ വെച്ച് എൻ്റെ റബ്ബേ ഞങ്ങളെങ്ങനെയൊക്കെ ആക്കി തീർത്തല്ലോ എന്ന് അവരൊരു നേരം ഒന്ന് പടച്ച റബ്ബിനെ വിളിച്ചാലുണ്ടല്ലോ, ആ ഒരു കണ്ണീരിൻ്റെ ശാപത്രം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോകില്ല. നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന കമൻറ്റുകൾക്ക് ലൈക്ക് കൊടുക്കുന്നവരും കൂടെ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പണ്ടുള്ളവർക്കൊരു വർത്താനമുണ്ട്, അവരുടെ കണ്ണിൽ കൊള്ളണം വേദന അറിയണമെങ്കിലെന്ന്. കുടുംബം കുട്ടികളും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ നന്ന്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു നോക്കണം, നമ്മൾ എന്തെല്ലാം തരത്തിൽ കഷ്ടപ്പെട്ടു പോകും എന്നറിയാൻ. എല്ലാ പ്രതിസന്ധിയുടെ കാലഘട്ടവും നമ്മൾ കടന്നു പോയവരാണ്. ലൈലാത്തയ്ക്കും ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു പ്രതിസന്ധി വന്നു. ഈ ഒരു സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷേ ദ്രോഹിക്കാതിരുന്നൂടെ? അവരൊരു സ്ത്രീയിലൊന്നുമില്ലെങ്കിൽ അവരുടെ ചാനൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അവരുടെ ബ്രദറിൻ്റെ കല്യാണം തൊട്ടാണ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ തുടങ്ങിയതും പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയതും. അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ മുൻപ് അവർക്ക് വ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ബ്രദറിൻ്റെ കല്യാണം ഉറയ്ക്കുന്നതിന് മുൻപെയോ ഒക്കെ അവർക്ക് വല്ലപ്പോഴും മാത്രമായിരുന്നു 30K വ്യൂസൊക്കെ ഒരു ദിവസം കൊണ്ട് കിട്ടാറ്. അങ്ങനെ 30K വ്യൂസൊക്കെ കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യൂട്യൂബിൽ നമുക്ക് അവർ കാണിച്ച് തരാറുണ്ട്. എൻ്റെ ചാനലിൽ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട്. അത്രയേറെ നിഷ്കളങ്കമായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു എന്നല്ല ആണ് അവരുടേത്. പക്ഷേ ബ്രദറിൻ്റെ കല്യാണം തൊട്ട് അവരുടെ ചാനലിന് റേറ്റിംഗും കൂടി നല്ല റീച്ച് കിട്ടിക്കൊണ്ടിരുന്നു. നമുക്കത് കാണുമ്പോൾ വ്യൂസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരുപാട് വ്യൂസ് വന്നുകൊണ്ടിരുന്നു. 30K വ്യൂസൊന്നും അവർക്കൊന്നും അല്ലാതായി.
ആ ഒരു സമയം തൊട്ടാണ് ആളുകൾക്ക് എന്താ പറയുക നെഗറ്റീവ് കമൻറ്റുകൾ ഇടണം, ഇവരെ തകർക്കണം എന്ന് തോന്നിയതെന്ന് ഞാൻ കരുതുന്നു. കാരണം അവർക്ക് വ്യൂസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസയും കൂടും. അതൊരു അസ്വസ്ഥതായിട്ട് ഒരാൾ നന്നാവുന്നത് വേറൊരാൾക്ക് കണ്ടുകൂടാമല്ലോ. അങ്ങനെ അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റുകൾ വന്നത്, അവരുടെ കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അവർ കഷ്ടപ്പെട്ടതെല്ലാം അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ അവരുടെ ചാനൽ കാണുന്നത്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാണണ്ട. അന്ന് കൊറോണ കാലത്തൊക്കെ ലൈലാത്താൻ്റെ ചാനൽ നമുക്ക് തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് എത്ര വലുതാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലോക്ക്ഡൗൺ നമ്മൾ വീട്ടമ്മമാർക്ക് അതൊരു ശീലമാണ്, പക്ഷേ ഗൃഹനാഥന്മാർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ആണുങ്ങൾക്ക് അതൊരു ശീലമേ അല്ല. എന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയും എന്ന് പോലും അറിയാതെ വീട്ടിൽ പൈസയില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ട്, എല്ലാം കൊണ്ടും നമ്മൾ എന്തൊക്കെയോ ഒരു ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലൈലാത്താൻ്റെ ചാനലൊക്കെ കാണുമ്പം കിട്ടുന്നൊരു മനസ്സുഖം, നമ്മൾ എല്ലാ സങ്കടങ്ങളും മറന്നു പോവായിരുന്നു അവരുടെ നിഷ്കളങ്കമായിട്ടുള്ളൊരു വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ. ഞാനങ്ങനെ പൊതുവേ സീരിയലുകളൊന്നും കാണുന്ന ഒരാളല്ല. എനിക്ക് എന്താ പറയുക, നമ്മളെ ദൂരദർശനിലെ ഷോർട്ട് ഫിലിംസൊക്കെ ഇല്ല, അതൊക്കെ കാണാനാണ് ഇഷ്ടം. ഞാൻ അതൊക്കെ ഇപ്പോഴും സെർച്ചൊക്കെ ചെയ്ത് കാണും. അതൊക്കെ കാണുന്ന ഒരു സുഖം ആയിരുന്നു അന്നൊക്കെ ലൈലാത്താൻ്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കെന്നല്ല ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നു. അതാണ് അവർക്ക് സബ്സ്ക്രൈബേഴ്സും കൂടി വന്നതെന്ന് കരുതുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ കുറച്ചായിട്ട് അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളൊരു മനസ്സുഖം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കേ പ്രശ്നങ്ങളാവുമ്പോൾ എന്തിനാണ് കാണുന്നതെന്ന് കരുതും. പക്ഷേ എനിക്കെന്തോ അവരെ ഇഷ്ടമായിരുന്നു കേട്ടോ. അവരിങ്ങനെ കരയുമ്പോൾ സങ്കടങ്ങൾ പറയുമ്പോഴൊക്കെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരോട് സ്വാഭാവികമായിട്ടും സ്നേഹം തോന്നും. അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. പിന്നെ പലരും കമൻ്റ് ഇട്ട് അവരുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇട്ടൊരു കാര്യം, എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് കുടുംബ പ്രശ്നങ്ങൾ പറയുന്നതെന്നാണ്. അവരുടെ ചാനൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റുകൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അവരായിട്ട് ഒരു കാര്യവും യൂട്യൂബിൽ വന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ നാട്ടിൽ നിന്ന് ആരൊക്കെയോ യൂട്യൂബിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈലാത്ത ഭർത്താവിനോട് പിണങ്ങി പോന്നതാണ്, നെഞ്ചത്ത് ചവിട്ടി, ഷാലുവിനെ തല്ലി, അങ്ങനെ എന്തൊക്കെയോ ആളുകൾ കമൻ്റ് ഇട്ടു. കുറേയൊക്കെ അവർ തന്നെ ചാനലിൽ വന്ന് പറഞ്ഞതാണ്. കുറേയൊക്കെ എൻ്റെ നാട്ടിൽ നിന്നാണ്, നാട്ടുകാരാണ് കമൻ്റ് ഇടുന്നത്, അടുത്തുള്ള ആൾക്കാരാണ് കമൻ്റ് ഇടുന്നത്. കുറേയൊക്കെ കാണുന്നത് ഞാൻ ഡിലീറ്റ് ആക്കും, ചിലതൊക്കെ ഡിലീറ്റ് ആക്കാൻ കഴിയുന്നില്ല. അത് കണ്ടിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന്. അങ്ങനെ അവർ അവിടെ ഇവിടെയും തൊടാതെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വ്യൂവേഴ്സിന് വേണ്ടി, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അവിടെ ഇവിടെയും തൊടാതെ അവർ മാക്സിമം ഒതുക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കമൻറ്റിലൂടെ ഇങ്ങനെ കൊട്ടിപ്പാടി അറിയിക്കുമ്പോൾ അവരെന്താ ചെയ്യുക? അവരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ നശിക്കണം, അവർ തളരണം, അവരൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊരു ആഘോഷമായിരുന്നു അവരുടെ സ്വകാര്യ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളും പ്രശ്നങ്ങളും. അതിങ്ങനെ നാട്ടുകാരോ അല്ലെങ്കിൽ അവർ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ 10 ആൾക്കാരെ അറിയിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ ആളുകൾ ഈ കമൻറ്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ അതിനുള്ള ഉത്തരം നൽകേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് തന്നെയാണ് ലൈലാത്ത ചെയ്തത്. അല്ലാതെ അവരായിട്ട് ഒരു കാര്യവും വന്ന് നമ്മളെടുത്ത് കൊട്ടി പാടിയിട്ടൊന്നുമില്ല. പിന്നെ അവരുടെ സംസാര രീതി, അതിനൊക്കെ നമ്മൾ കളിയാക്കുന്നത്? അവരുടെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിന് നമ്മളെന്തിനാ കളിയാക്കുന്നത്? അവരെന്താണോ അത് അതേപോലെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം, അതിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ട് വേറെ എന്തൊക്കെയോ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ ഒരുപക്ഷെ 1-2 ദിവസം നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ 3-ാമത്തെ ദിവസം നമുക്ക് തന്നെ മനസ്സിലാവും അത് അവരുടെ രീതിയല്ല, അത് അവർ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന്. പക്ഷേ ലൈലാത്ത അങ്ങനെയല്ല. ലൈലാത്ത എങ്ങനെയാണോ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് യൂട്യൂബിൽ വന്നും നമ്മളോട് അവർ സംസാരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ രചനയൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാടൻ സ്ലാങ്ങിന് എത്രത്തോളം പ്രാധാന്യമാണ് അദ്ദേഹം നൽകിയതെന്ന്. ഒരു നാട്ടിലെ നാടൻ സ്ലാങ്ങിനെ നമ്മൾ ഒരിക്കലും കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. നമ്മൾ എത്ര വളർന്നാലും എത്ര വലുതായാലും നമ്മുടെ നാട്ടിലെ സംസാര രീതി അതിനൊന്നും ഒരിക്കലും നമ്മൾ മറക്കാനോ മറ്റൊരാളുടെ സംസാര രീതിയെ കളിയാക്കാനോ പാടില്ല. ലൈലാത്ത അവരെന്താണ് എന്നുള്ളത് അതേപോലെ നമ്മുടെ മുന്നിൽ പച്ചയായി തന്നെ അവതരിപ്പിക്കുന്നത് അത് അവരുടെ വലിയൊരു മനസ്സാണ്. പിന്നെ ലൈലാത്ത കുറേ കാര്യങ്ങളൊക്കെ മാക്സിമം ഉള്ളതുപോലെ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് അവർ കാണിച്ചു തന്നത്. ലൈലാത്ത വിചാരിക്കുന്നത് ലൈലാത്തിനെ പോലെയാണ് എല്ലാവരും എന്നാണ്. കാരണം
ലൈലാത്തയ്ക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ പോലെയാണ്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടങ്ങൾ പോലെയാണ്. അതേപോലെയാണ് എല്ലാവരും എന്നാണ് ലൈലാത്ത വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലാന്ന് ഇപ്പോൾ ലൈലാത്തയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ളവരുടെ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ആഘോഷമാക്കുന്നവരും നമുക്കിടയിൽ ഭൂരിഭാഗം ആളുകൾ ഉണ്ടെന്ന് ഇപ്പോൾ ലൈലാത്തയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെപ്പോലെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും തോറ്റു പോകുന്നത്, പതറിപ്പോകുന്നത്. നമ്മൾ അവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെയും തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അടിപതറി വീണു പോകുന്നത്. അങ്ങനെ ഒരു വീഴ്ചയാണ് ഇപ്പോൾ ലൈലാത്തയ്ക്ക് സംഭവിച്ചത്. പക്ഷേ ആ ഒരു വീഴ്ചയിൽ നിന്ന് അവർ തീർച്ചയായിട്ടും എഴുന്നേൽക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ മൂസക്കായിനെ ലൈലാത്ത കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തു എന്നതൊക്കെ അത് അവർ ഭാര്യയും ഭർത്താവും അല്ലേ, അവർക്കിടയിൽ എന്തെല്ലാം രസങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്തിനാണ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? മൂസക്കായിനെ കളിയാക്കി വീഡിയോ ചെയ്യുന്നത്, മൂസക്കായിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് മൂസക്കായി ലൈലാത്തയോട് നേരിട്ട് പറഞ്ഞു ഇനി എന്നെ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ ലൈലാത്ത ഉൾപ്പെടുത്തില്ല. നമ്മളെന്തിനാ വെറുതെ കത്തിച്ചു കൂട്ടാൻ നടക്കുന്നത്? അത് അവരുടെ ലൈഫല്ലേ, അവരുടെ സ്വകാര്യ ലൈഫിൽ നമ്മൾ ഇടങ്കോളിലിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം സമാധാനമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അവർ ഏകദേശം യൂട്യൂബ് ചാനൽ നിർത്തിയ ഒരു അവസ്ഥയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവും അറിയാനില്ല. എനിക്ക് അവരെ വളരെ സന്തോഷത്തോടെ അവർ വീഡിയോ ചെയ്യുന്നത് കാണണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മൂസക്കായി ഈ ഒരു വീഡിയോ കേൾക്കുമോ എന്നറിയില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ എനിക്ക് മൂസക്കായോട് പറയാനുള്ളത്, ലൈലാത്താനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയവരൊരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഐക്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഐക്യമത്യം മഹാബലം എന്നാണല്ലോ. നിങ്ങൾ പരസ്പരം സഹകരിച്ച് നിങ്ങളൊരു എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ തകർക്കാനോ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കൊന്നും സാധിക്കില്ല. എത്രയും പെട്ടെന്ന് മൂസക്കായും ലൈലാത്തയും സന്തോഷപരമായിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളെ ജാൻമണിയില്ലേ, ഞാൻ ബിഗ് ബോസും കാണാറില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ജാൻമണീനെ കുറിച്ച് നമ്മുടെ സൗമ്യൊക്കെ റീൽസ് ചെയ്തപ്പോഴാണ് ജാൻമണീനെ മനസ്സിലായത്. അവർ പറയുന്നുണ്ടല്ലോ, എനിക്കിതുപോലെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്നും ജീവിക്കേണ്ട, എനിക്ക് പോകണം. അതേപോലെ മൂസക്കായി ലൈലാത്തൻ്റെ കൂടെ നിന്നൊരു കോമഡി ആയിട്ടൊരു റീൽസൊക്കെ ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾക്ക് നിങ്ങളെ അത്രയേറെ ഇഷ്ടമാണ്. ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരു 3 വർഷം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു. മൂസക്കായി എൻ്റെ ബ്രദറാണ്, അതേപോലെ ലൈലാത്ത എൻ്റെ ബ്രദറാണ്. അവരുടെ കുട്ടികൾ ഞങ്ങളുടെയും കുട്ടികളാണ്. അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പെട്ടെന്ന് വീഡിയോകൾ വരുന്നില്ല. ഞങ്ങൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ തമ്മിൽ ഐക്യത്തോടെയും സന്തോഷത്തോടെയും പോകുന്നു എന്നറിയുന്നതിൽ ഇതിനേക്കാളും കൂടുതലൊരു സന്തോഷം ഞങ്ങൾക്ക് നിങ്ങളെ വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.